ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോ. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ ടെക്സ്റ്റ് നോട്ടോ എന്തെങ്കിലും കൂടി കയ്യിലെടുത്ത് വെച്ചേക്കാം കേട്ടോ. ദെൻ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് പറഞ്ഞത്. അതായത് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുണ്ട്. അതിൽ റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 14 മുതൽ 18 വരെയുള്ള 5 ആർട്ടിക്കിൾസിനും എന്തൊക്കെയാണ് ഇക്വാലിറ്റി ബേസ് ചെയ്ത് വരുന്ന അവകാശങ്ങൾ എന്നുള്ളത്. ദെൻ ഈ ഒരു പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ടു ഫ്രീഡമാണ്. 19 മുതൽ 22 വരെയുള്ള 4 ആർട്ടിക്കിൾസാണ് ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. സോ നമുക്കറിയാം, ഈ ഫ്രീഡം അഥവാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റിയ റൈറ്റ്സൊക്കെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഇതിൽ പറയുന്ന റൈറ്റാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ. അത് നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് എന്താണോ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. നമുക്ക് എന്ത് വേണോ വായി തോന്നി സംസാരിക്കാനുള്ള ഒരു അവകാശം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം, എന്ത് വേണോ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പബ്ലിക്കിലായിട്ട് നിന്നുകൊണ്ട് ഒരാൾക്ക് നേരെ എന്തെങ്കിലും മോശമായി സംസാരിക്കുകയോ അങ്ങനെ ഒന്നും ലൈസൻസ് ഇല്ലാതെ അങ്ങോട്ട് സംസാരിക്കുക എന്നുള്ള അവകാശമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ നമുക്ക് പൊതുവായി വേദിയിലായിക്കോട്ടെ ഒക്കെ നമുക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അത് പക്ഷേ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ദെൻ രണ്ടാമത് ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിതൗട്ട് ആംസ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് പീസ്ഫുള്ളായിട്ട് മീൻസ് സമാധാനപൂർവ്വമായിട്ട് നമുക്ക് ഒത്തൊരുമിക്കാനുള്ളൊരു അവകാശമുണ്ട്. അതായത് ഇപ്പം എന്തെങ്കിലും മീറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം വിത്തൗട്ട് ആംസ് എന്നാണ് പറഞ്ഞത്. ആംസ് എന്ന് വെച്ചാൽ ആയുധങ്ങളാണ് കേട്ടോ. സോ ആയുധങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് പീസ്ഫുള്ളായിട്ട് സമാധാനപൂർവ്വമായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒത്തുകൂടാനും മീറ്റിങ്സോ ഡിസ്കഷൻസ് എന്തൊക്കെ കണ്ടക്ട് ചെയ്യാനൊക്കെയുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്, ഈ ഒരു റൈറ്റ് ടു ഫ്രീഡം ബേസ് ചെയ്തിട്ട്. ദെൻ മൂന്നാമത് പറയുന്നുണ്ട് ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒത്തിരി സംഘടനകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം തൊഴിലാളി സംഘടനകളുണ്ട്, ടീച്ചേഴ്സിൻ്റെ അസോസിയേഷൻസ് ഉണ്ട്, പിന്നെ അത് മാത്രമല്ല പിന്നെ ബിസിനസ്സുകാർക്ക് അവരുടേതായിട്ടുള്ള അസോസിയേഷൻസ് ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അസോസിയേഷൻസും യൂണിയൻസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ തുടങ്ങാനുള്ള ഒരു അവകാശം നമുക്ക് എന്തുണ്ട്, നമുക്ക് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അത് ക്ലിയർ ആണല്ലോ. പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതും നമ്മുടെ ലോ ആൻഡ് ഓർഡറൊക്കെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു ലെവലിലായിരിക്കണം. പ്രത്യേകിച്ചൊരു തെറ്റായിട്ടുള്ളൊരു രീതിക്ക് ഉള്ളൊരു സംഘടനയൊന്നും ആകരുത് എന്നുള്ളതാണ്. ദെൻ ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ, ഓക്കെ, ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നമുക്ക് എവിടെ വേണോ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ളൊരു അവകാശമുണ്ട്. നമ്മളെവിടെയൊക്കെ ടൂർ പോകില്ല, കാശ്മീർ പോവും, നമ്മുടെ ഗുജറാത്ത് പോകാം, എവിടെ വേണോ നമുക്ക് പോകില്ല, ഈസ്റ്റിലോട്ടൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എവിടെ വേണോ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഒരു അവകാശം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മളവിടെ ശ്രദ്ധിക്കാം. പിന്നെ അടുത്ത് പറയുന്നതാണ് ഫ്രീഡം ഓഫ് റെസിഡൻസ് ആണ്. അതായത് നമുക്ക് ഇന്ത്യക്കകത്ത് എവിടെ വേണോ നമുക്ക് യാത്ര ചെയ്യാം. അതുമാത്രമല്ല നമുക്കവിടെ റിസൈഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കവിടെ താമസിക്കാൻ പറ്റും. വീട് വെച്ച് താമസിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഒരു പ്രശ്നമില്ല. പക്ഷെ അതെല്ലാം എന്താണ്, ലോ ആൻഡ് ഓർഡർ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. മനസ്സിലായോ? അതായത് എല്ലാം നിയമപരമായിട്ടായിരിക്കും നടക്കുക. അല്ലാതെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അങ്ങനെ ഇഷ്ടം പോലെ ചെയ്യാമെന്നുള്ള ഒരു ലൈസൻസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ദെൻ ലാസ്റ്റ് വരുന്നതാണ് ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി ഓൺ എനി ഒക്കുപേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. നമുക്ക് എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട് അല്ലേ. ഏത് ഒക്കുപേഷൻ നമുക്ക് വേണോ ചെയ്യാൻ പറ്റും. പിന്നെ ട്രേഡോ ബിസിനസ്സോ എന്ത് വേണം നമുക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് മീൻസ് ഫ്രീഡം ഉണ്ട് നമുക്ക്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ എന്ത് ജോലിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ടുള്ളൊരു ജോലി ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലേ. അപ്പം നമ്മൾ നേരായിട്ടുള്ള മാർഗത്തിലൂടെ പോകാമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും അവകാശങ്ങളാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യങ്ങളാണ് നമുക്ക് നമ്മുടെ റൈറ്റ് ടു ഫ്രീഡത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് ഓരോ സിറ്റിസനും നമുക്ക് തരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു 6 പറഞ്ഞു. ഈ 6 നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പ്രവർത്തിക്കാം. പക്ഷേ അതിനൊക്കെയും ഓരോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, മീൻസ് നിബന്ധനകളുണ്ട്, ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കിക്കൊള്ളുക.
ഈ ഒരു റൈറ്റ് ടു ഫ്രീഡം പറയുമ്പോൾ തന്നെ സബ്ബായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന 2 ടോപ്പിക്സ് കൂടിയുണ്ട്. ഒന്നാമത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനാണ്. എന്ന് പറയുമ്പോൾ കരുതൽ തടങ്കൽ എന്നാണ് മലയാളം. കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഒന്നുമില്ല, നമുക്കറിയാം നോർമലി നടക്കുന്ന കാര്യം. ഒരാളിപ്പോൾ തെറ്റ് ചെയ്തു, എന്തെങ്കിലും ഒരു കേസിൽ കുടുങ്ങാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താ ചെയ്യുക? പോലീസ് വേഗം പോകുന്നു, അറസ്റ്റ് ചെയ്യുന്നു, കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്, പിന്നെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കും, പിന്നെ അവിടെ നിയമപരമായിട്ടുള്ള രീതിയിൽ ശിക്ഷ അവിടെ കോടതി അനുവദിക്കുകയാണ് ചെയ്യുക, അല്ലേ? പക്ഷേ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളെ ഗവൺമെൻറ് സംശയിക്കുകയാണ്. ഓക്കെ, ഇയാൾ തെറ്റ് ചെയ്ത് കാണും എന്ന് പറഞ്ഞിട്ട് സംശയിക്കുകയാണ്. അപ്പോൾ അവിടെ ഉറപ്പില്ല ഇയാൾ തെറ്റ് ചെയ്തോ, ഇന്ന തെറ്റ് ചെയ്തോ എന്നുള്ളത് ഉറപ്പില്ല. പക്ഷേ ജസ്റ്റ് ഒരു സസ്പീഷൻ മാത്രമേ ഉള്ളൂ, മീൻസ് ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. ആ ഡൗട്ടിൽ നിന്നുകൊണ്ട് അയാളെ കസ്റ്റഡിയിലെടുത്ത് വയ്ക്കുന്ന ഒരു, മീൻസ് ജയിലിൽ അടയ്ക്കുന്ന എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു ലീഗലി അല്ല, കസ്റ്റഡിയിൽ വയ്ക്കുന്ന ആ ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ അഥവാ കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്. മീൻസ് തടങ്കലിൽ വയ്ക്കുകയാണ്. അവിടെ അയാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല. ചിലപ്പോൾ ഒരു പക്ഷേ നീതിമാനായിരിക്കാം, പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ചെറിയ എന്താ പറയുക തെളിവുകളുടെ ഒരു അടിസ്ഥാനത്തിൽ ആ ഒരു കൃത്യമായിട്ട് ഉറപ്പില്ലെങ്കിലും ആ ഒരു ഡൗട്ടിൻ്റെ പുറത്താണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നടപ്പിലാക്കുന്ന ടൈമിൽ 3 മാസത്തിൽ കൂടുതൽ ഒരാളെ കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള റൈറ്റ് ഗവൺമെൻറ്റിനില്ല. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വെറും 3 മാസത്തേക്ക് ഈ ഒരു കരുതൽ തടങ്കലിൻ്റെ പേരിൽ കസ്റ്റഡി വയ്ക്കാവൂ, അതിനുശേഷം വയ്ക്കാനായിട്ട് പാടില്ല. ഇതാണ് നിയമം. ഇനി ഒരു ആർട്ടിക്കിളിനെ പറ്റി പഠിക്കാനുണ്ട്. ആർട്ടിക്കിൾ 21A. അതായത് ആർട്ടിക്കിൾ 21A എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ്. അതാണ് ആർട്ടിക്കിൾ 21A പറഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, 86ാമത്തെ അമെൻമെൻറ്റിലൂടെയാണ് 2002 86ാമത്തെ ഭേദഗതി അമെൻമെൻറ്റ്, അതിലൂടെയാണ് ഈ ഒരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. പിന്നെ ഇത് കറക്റ്റായിട്ട് പാർലമെൻറ്റ് ആക്ച്വലി പാസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 2009 ഭേദഗതി നടക്കുന്നത് 2002 ദെൻ പാർലമെൻറ്റ് പാസ് ചെയ്യുന്നത് 2009 പിന്നെ ഇത് കറക്റ്റ് ഒരു നിയമമായിട്ട് പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് എത്തുന്നത് 2010 സോ 3 വർഷങ്ങളും പഠിച്ചു വയ്ക്കുക. 86ാമത്തെ ഭേദഗതി നടക്കുന്നത് 2002 പാർലമെൻറ്റ് ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ് ചെയ്യുന്നത് 2009 പിന്നെ ഇത് കൃത്യമായിട്ട് നിയമമായിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ നടപ്പിലാക്കുന്നത് എപ്പോഴായിരുന്നു? മീൻസ് കെയിം ഇൻ ടു ഫോഴ്സ് ആയി മാറുന്നത് 2010. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താണോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. അതുമാത്രമല്ല വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്